അലങ്കരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ പുതിയ പുതിയ പദ്ധതികൾ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ 2-3 വർഷമായിട്ട് ഞാൻ ഇപ്പോൾ 2 വർഷമായി ജോയിൻറ്റ് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്ത് കോഴിക്കോട്. അപ്പോൾ തൊട്ട് തന്നെ ഞാൻ കാണുന്നുണ്ട് ഇതൊരു വികസനത്തിൻ്റെ പാതയിലാണ് ഈ പോളിടെക്നിക് എന്ന് പറയുന്നത്. നമുക്ക് കഴിഞ്ഞ വർഷം അത് MBA എല്ലാ ബ്രാഞ്ചിനും വാങ്ങാൻ പറ്റി. ഒരു പോളിടെക്നിക്കിൻ്റെ മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ ഇൻടേക്ക്, റിസൾട്ട്, പ്ലേസ്മെൻറ്റ് ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പ്രസംഗത്തിൽ നമ്മുടെ ചെയർമാൻ ശ്രീ അൻവർ സാഹിബ് പറഞ്ഞത് നമുക്ക് കൂടുതൽ പ്ലേസ്മെൻ്റ് ഒക്കെ ഇവിടെ കിട്ടണമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് ഭാവിയിൽ ഈ സ്ഥാപനം ഒരു ഓട്ടോണമസ് സ്ഥാപനം ആകുക എന്നുള്ളതാണ്. ഒരു ഓട്ടോണമസ് സ്ഥാപനം ആകുകയാണെങ്കിലുള്ള മെച്ചം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കംപ്ലീറ്റ് കരിക്കുലം എന്നെല്ലാം നിങ്ങൾക്ക് തന്നെ ഡെവലപ്പ് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ എക്സാമിനേഷൻ നടത്താൻ പറ്റും, നിങ്ങൾക്ക് തന്നെ ഇൻഡസ്ട്രിയുമായിട്ട് കൂടുതൽ സഹകരണം നടത്താൻ പറ്റും. അപ്പോൾ അതുവഴി നമുക്ക് കൂടുതൽ കുട്ടികളിൽ, അതുമാത്രമല്ല സിലബസ് റിവിഷൻ തന്നെ നിങ്ങൾക്ക് 2 വർഷത്തിലോ 1 വർഷത്തിലോ 3 വർഷത്തിലോ ചെയ്യാൻ പറ്റും. ഗവൺമെൻറ് ആണെങ്കിൽ ഏകദേശം 5 വർഷത്തിൽ ഒരിക്കലായിരിക്കും നടത്തുക. അതേസമയം നിങ്ങൾക്ക് ആ അക്കാഡമിക് ഓട്ടോണമി എല്ലാം നിങ്ങൾക്ക് കിട്ടും. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ തൽക്കാലം ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ല. നമുക്ക് തൊട്ടടുത്ത് തന്നെ കോയമ്പത്തൂർ PSG പോളിടെക്നിക്കിലുണ്ട്. എന്തുകൊണ്ട് കേരളത്തിൽ വന്നുകൂടായില്ല? വരും വർഷങ്ങളിൽ കേരളത്തിൽ വരേണ്ടത് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ എയ്ഡഡ് പോളിടെക്നിക്കുകൾ 6 എയ്ഡഡ് പോളിടെക്നിക്കുള്ള കേരളത്തിൽ ആദ്യമായിട്ട് MBA കിട്ടിയത് പോയതും SSM ആണെങ്കിൽ ആദ്യമായി ഓട്ടോണമസ് സ്ഥാപനം ആകേണ്ടതും SSM ആണ്. അതിനുവേണ്ടി ശ്രമിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.